സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ യൂസ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച കെമിസ്ട്രിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലക്ഷ്യം. അതായത് നമ്മളിവിടെ പുതിയതായ കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഒന്ന് പഠിച്ച് എടുക്കണം എന്നേ ഉള്ളൂ. ഫസ്റ്റ് ഏതൊരു ചാപ്റ്റർ എടുത്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. ഇവിടെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതായത് ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷൻ, കെമിസ്ട്രി എന്ന വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യം, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, എലമെന്റ് കോമ്പൗണ്ട് ക്ലാസിഫിക്കേഷൻസ്, സയന്റിഫിക് നൊട്ടേഷൻസ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ആക്യുറസി, പ്രിസിഷൻ, SI യൂണിറ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത ക്ലാസ്സിലാണ് സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അടുത്ത ഭാഗത്തിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. പിന്നെ ഇങ്ങോട്ട് വരുന്ന ഈ കാര്യം, ഈ മോളാർ മാസ് പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾ പറയുമ്പോൾ തന്നെ കിട്ടിക്കാണും. കഴിഞ്ഞ കൊല്ലത്തിൽ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ നന്നായി പഠിച്ചൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷേ അത് പഠിക്കാതെ വന്നവരാണെങ്കിൽ ഇപ്പോൾ പഠിച്ചാൽ മതി, കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ലിമിറ്റിംഗ് റിയേജൻറ്റ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ചെറുതായിട്ട്, അല്ലേ, അധികം സ്പെസിഫൈ ചെയ്ത് പഠിച്ചില്ലെങ്കിലും പഠിച്ച കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് പാർട്ടിൽ പഠിക്കുന്നത്. ചിലപ്പോൾ ഇത് നമ്മളൊരു 2 പാർട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ഇവിടെ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തല്ലേ നമ്മൾ പോകുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സുകളുടെയും അവസാന ഭാഗം നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. പിന്നെ ചില ടോപ്പിക്കുകൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഡയറക്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വരാത്തതുകൊണ്ടായിരിക്കും നമ്മളത് വിട്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പഠിക്കുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കും. പക്ഷെ എല്ലാം ഇല്ല. ഈ പറഞ്ഞ സയന്റിഫിക് നൊട്ടേഷൻസ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെയൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പ്രീവിയസ് നോക്കുന്നത്. കാരണം ഇത്തവണ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേണമെങ്കിൽ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സമയമാണ് വലുത്, അത് വെറുതെ വേസ്റ്റ് ആക്കണ്ട. സോ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഡെവലപ്മെൻറ്റ് ഓഫ് കെമിസ്ട്രി, കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളത് പഠിച്ചാൽ മതി. ഓക്കെ, നമ്മളതിനകത്ത് സമയം വെറുതെ പാഴാക്കുന്നില്ല. നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, നേച്ചർ ഓഫ് മാറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി എന്താ ഹെൽത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ സമയം പോലെ വായിച്ചാൽ മതി. നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് ഡെഫിനേഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റും, കെമിസ്ട്രിയിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ആരെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മാറ്ററിനെ പറ്റിയാണ്. അപ്പോൾ മാറ്ററിനെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ്, അല്ലെങ്കിൽ മാറ്ററിൻ്റെ കെമിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ സ്ട്രക്ചർ, അതിൽ എന്തൊക്കെ സബ്സ്റ്റൻസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കെമിസ്ട്രി എന്ന വിഷയത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ കെമിസ്ട്രി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അല്ല, മറ്റൊരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ ആൻഡ് റിയാക്ഷൻസ് ഓഫ് മെറ്റീരിയൽ സബ്സ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ മാറ്റർ എന്നോ നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കി വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് സയൻസ് ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻസ് എന്നും കെമിസ്ട്രിയെ വിളിക്കാം. അങ്ങനെ പറയുമ്പോൾ പലതരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. എങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ആരെ പറ്റി തന്നെയാണ്, മാറ്ററിനെ പറ്റി തന്നെയാണ്. ഇനി എന്താണ് മാറ്റർ എന്നുള്ളത് വളരെ ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ച കാര്യമാണ്. എന്നാലൊന്ന് പറഞ്ഞ്, മാറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഒക്കുപ്പൈ ചെയ്യാനായിട്ട് സ്പേസ് ആവശ്യമുള്ളതും അതിൽ മാസ് അടങ്ങിയിട്ടുള്ളതും, അല്ലെ, മാസ് ഉള്ളതും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ടതുമായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാറ്റർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ മാറ്റർ പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയും ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അല്പം കൂടി അറിവുള്ളവരാണെങ്കിൽ പറയും പ്ലാസ്മയുണ്ട്, അല്ലേ, പ്ലാസ്മയുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത വേറെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്,
ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്, കോർക്ക്, ഗ്ലൂൺ, പ്ലാസ്മ എന്നൊക്കെ പറയുന്ന പല സ്റ്റേറ്റുകളിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ മാറ്റർ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ എന്ന ഒരു വസ്തുവിനെ നമ്മൾ മാറ്ററായിട്ട് കണക്കാക്കണമെങ്കിൽ അതിന് ഉറപ്പായിട്ടും വേണ്ടതാണ് ഒന്ന്, അതിന് മാസ് വേണം, അത് സ്പേസ് ഓക്കുപ്പൈ ചെയ്യുന്നതായിരിക്കണം, എങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. മാറ്റർ നമ്മുടെ ഭൂമിയിൽ പല സ്റ്റേറ്റുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്ലാസ് അല്ല, ഗ്യാസ്, പ്ലാസ്മ, പിന്നെ ബോസ്-ഐൻസ്റ്റീനും ഫെർമിയോണിക്കും കോർക്ക്, ഗ്ലൂവും, പ്ലാസ്മയും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടി ഇത് നോക്കുക. എന്താ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് എ ഡെഫിനിറ്റ് മാസ് ഈസ് കോൾഡ് മാറ്റർ. ക്രസ്റ്റിൽ പ്രധാനമായിട്ടും സോളിഡും ലിക്വിഡും ഗ്യാസുമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അവരെ പറ്റി പഠിക്കുന്നുള്ളൂ. ഹയർ സ്റ്റഡീസിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ ബാക്കിയുള്ളവരെ പറ്റി നോക്കുന്നത്. അപ്പോൾ ബേസിക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെ തന്നെയാണ്? സോളിഡും ലിക്വിഡും ഗ്യാസും തന്നെയാണ്. അതല്ലാതെയും ഉണ്ട് പ്ലാസ്മ, ലാവയൊക്കെ ഇരിക്കുന്ന, മാഗ്മയൊക്കെ ഇരിക്കുന്ന സ്റ്റേറ്റ് നമ്മൾ പ്ലാസ്മ എന്ന് പറയാറുണ്ട്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റും കോർക്ക്, ഗ്ലൂൺ, പ്ലാസ്മയൊന്നും അറിഞ്ഞിരുന്നാൽ മതി, പഠിക്കേണ്ട. നമ്മൾ ഇത്രയും കാര്യത്തെ പറ്റി പഠിച്ചാൽ. അപ്പോൾ നമ്മളോട് ഓരോരുത്തരെ പറ്റിയും പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടു നേച്ചർ ഓഫ് മാറ്റർ. മാറ്റർ എന്താണ്? സ്പേസ് ഉണ്ട്, ഓക്കുപൈ ചെയ്യുന്നുണ്ട്, മാറ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അതിൽ ഓരോന്നിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറയുന്നത്. സോ നമുക്കത് ആദ്യം നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. സോ ഫസ്റ്റ് വരുന്നു സോളിഡ്സ്. എല്ലാവർക്കും അറിയാവുന്ന ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യമാണ് അല്ലേ? ഈ ആറ്റംസോ മോളിക്യൂൾസോ ഒക്കെ എന്താണ് വളരെ ക്ലോസ് ആയിട്ട്, ഇങ്ങനെ വരച്ചാലും പറ്റത്തില്ല, വളരെ ക്ലോസ് ആയിട്ട് അല്ലെ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നവരാണ് എന്താ? സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? അവർക്ക് മൂവ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പച്ച വച്ചിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അവർക്ക് എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയവുമുള്ള വസ്തുക്കളെയാണ് നമ്മൾ സോളിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോളിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓർഡർലി അറേഞ്ച്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അവർ വളരെ ക്ലോസ് ആയിരിക്കും. ഫ്രീഡം വളരെ കുറവായിരിക്കും എന്ന് പറയുന്നതാണ് ശരി. ഒട്ടുമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഫ്രീഡം എന്നാലും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഷേപ്പും ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയവും ഉണ്ട്. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോളിഡ്സിന് എന്തുണ്ട്? ഡെഫിനിറ്റ് വോളിയവും ഡെഫിനിറ്റ് ഷേപ്പും. അതാ കണ്ടല്ലോ, സോളിഡ്സിനകത്ത് എന്താണ്? പാർട്ടിക്കിൾസ് വളരെ ഓർഡേർഡ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നാൽ അടുത്ത് വരുന്നതാണ് ലിക്വിഡ്. ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഈ പറയുന്ന ലിക്വിഡ് നമുക്ക് എടുത്ത് വയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഒരു പാത്രം വേണം അല്ലേ? അല്ലാതെ നമുക്ക് ലിക്വിഡ് എടുത്ത് കൈ വെക്കാൻ പറ്റുമോ? ഇല്ല, ഒഴുകിപ്പോവും അല്ലേ? അപ്പോൾ ലിക്വിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ പാർട്ടിക്കിൾസിനകത്തുമ്പിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല? ഒരു ഷേപ്പ് ഇല്ല. അതുകൊണ്ടാണ് നമ്മളൊരു പാത്രം ഉപയോഗിച്ച് അവരെ കളക്ട് ചെയ്യുന്നത്. എന്നാൽ അതിനെന്തുണ്ട്? ഒരു വോളിയം ഉണ്ട്. വോളിയം എന്ന് വെച്ചാൽ അറിയാലോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇരിക്കുന്ന ആ ഒരു സ്പേസ്, അതാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ്സിൽ പാർട്ടിക്കിൾസ് ക്ലോസ് ആയിരിക്കും, പക്ഷേ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും, ചെറിയ രീതിയിൽ ഒഴുകാൻ പറ്റും, ഫ്ലോ ചെയ്യാൻ പറ്റും. ഫ്ലൂയിഡ്സിനകത്ത് വരുന്ന ഒന്നാണ് ലിക്വിഡുകൾ എന്ന് പറയുന്നത്. അവർക്ക് ഡെഫിനിറ്റായ വോളിയം ഉണ്ടെങ്കിലും എന്തില്ല? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് ഇല്ലാത്ത വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത്? ലിക്വിഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ അടച്ചു വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, മുകളിലോട്ടൊന്നും ചാടി പോകത്തില്ല, പക്ഷേ ഒഴുകി പോകുന്നവരാണ്. എന്നാൽ മൂന്നാമനായിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗ്യാസസ് എന്ന് പറയും. ഗ്യാസുകളുടെ പ്രത്യേകത എന്തായിരിക്കും? ഗ്യാസുകൾ പാർട്ടിക്കിൾസ് വളരെ ദൂരെ ആയിരിക്കും. അപ്പോൾ അവരെ നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു പാത്രം വേണം. പാത്രം മീൻസ് ഒരു കണ്ടെയ്നർ വേണം. കാരണം എന്താണ്? അവർ ഷേപ്പില്ലാത്തവരാണ്. മാത്രമല്ല അവർക്ക് എന്ത് വേണം? നമ്മൾ അടപ്പൂടെ കൊടുക്കണം അല്ലേ? അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? അവർ എക്സ്പാൻഡ് ചെയ്തങ്ങ് പൊക്കളയും. അപ്പോൾ എന്താണ്? ഇവർക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പും ഇല്ല, അതുപോലെ തന്നെ ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയവും ഇല്ല. അതായത് ഇവിടുന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വോളിയം കൂട്ടി എസ്കേപ്പ് ആവാനൊക്കെ പറ്റുന്ന ആൾക്കാരാണ് ഗ്യാസസ് എന്ന് പറയുന്നത്. അവർ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഓക്കുപ്പൈ ചെയ്യും. ലിക്വിഡ് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എടുക്കും, ഗ്യാസ് അതിന് ഷേപ്പും എടുക്കും, അതിന് കിട്ടുന്ന മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഗ്യാസുകളെന്ന് പറയുന്നത്. കംപ്ലീറ്റ് സ്പേസ് അല്ലെ കണ്ടെയ്നറിന് അത് യൂട്ടിലൈസ് ചെയ്യുന്ന വസ്തുക്കളാണ് ഗ്യാസസ് എന്ന് പറയുന്നത്. ബേസിക് ആണ്, ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചു എന്നേ ഉള്ളൂ. ഗ്യാസ് ലോസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ പറയുന്ന വസ്തുക്കൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ചൂട് കൊടുത്ത് അല്ലെങ്കിൽ ചൂട് എടുത്തുകൊണ്ട് നമുക്ക് സോളിഡിനെ ലിക്വിഡ് ആക്കാം, ലിക്വിഡിനെ ഗ്യാസ് ആക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പറ്റുന്നത്? സോളിഡായ വസ്തുവിനെ ചൂടാക്കിയാൽ അത് ഉരുകും. അത് നമ്മൾ എന്ത് വിളിക്കും? മെൽറ്റിംഗ് എന്ന് വിളിക്കും. മെൽറ്റ് ആകുമ്പോൾ സോളിഡ് എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട്. ഈ ലിക്വിഡിനെ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ അത് ആവിയാവും, നീരാവിയാവും, ഇവോപ്പറേഷൻ നടക്കും. അങ്ങനെ എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ഇനി ഈ ഗ്യാസിനെ നമ്മൾ കുറേ സമയം സെറ്റിലാകാനായിട്ട് ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഇട്ടാൽ അത് ഡെപ്പോസിഷൻ എന്ന് പറയുന്ന വസ്തു അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിലൂടെ എന്ത് പറ്റും? തിരിച്ച് സോളിഡ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ റൗണ്ട് പറഞ്ഞേ, സോളിഡ്
ചൂട് കൊടുത്താൽ ലിക്വിഡ് ആകും. പ്രോസസ്സിന്റെ പേരാണ് മെൽറ്റിംഗ്. എന്താണ്? മെൽറ്റിംഗ്, ഉരുകുക. ലിക്വിഡ് ഗ്യാസ് ആകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇവോപ്പറേഷൻ. എന്താണ്? ഇവോപ്പറേഷൻ. ഓക്കെ, ഇവോപ്പറേഷൻ. ഓക്കെ, അടുത്ത ഗ്യാസ് തിരിച്ച് സോളിഡ് ആകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഡെപ്പോസിഷൻ എന്ന് തൽക്കാലം ഓർത്ത് വയ്ക്കുക. ഇതിന് വേറെ പേരുകളും പറയാറുണ്ട്, അതും കൂടി മനസ്സിലാക്കിക്കൊള്ളണം, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത തിരിച്ച് ഈ പറയുന്ന ലിക്വിഡായ വസ്തുവിനെ നമ്മൾ ഫ്രീസ് ചെയ്താൽ, വെള്ളത്തിനെ ഫ്രീസ് ചെയ്യുമ്പോൾ എന്താവും? അത് സോളിഡ് ആയിട്ട് മാറും. അതുപോലെ ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടൻസേഷൻ, ചൂട് കൊടുത്ത് കഴിഞ്ഞിട്ട് ചൂട് മാറ്റിയാൽ, തണുത്താൽ കണ്ടൻസ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? തിരിച്ച് ലിക്വിഡായിട്ട് മാറും. അടപ്പിന്റെ മുകളിൽ നീരാവി വന്നിട്ട് വെള്ളത്തുള്ളികളായിട്ട് മാറുന്നതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. തിരിച്ച് സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഗ്യാസ് ആക്കി മാറ്റാൻ പറ്റും. പ്രോസസ്സിന്റെ പേരാണ് സബ്ലിമേഷൻ. പാറ്റാ ഗുളികയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കർപ്പൂരത്തിൽ നിങ്ങൾ കാണുന്നു. ഇത്രയേ ഉള്ളൂ. ചൂട് കൊടുത്താൽ സോളിഡ് ലിക്വിഡ് ആകും, ലിക്വിഡ് ഗ്യാസ് ആകും. ചൂടെടുത്താൽ ഗ്യാസ് ലിക്വിഡ് ആകും, ലിക്വിഡ് എന്തായിട്ട് മാറും? സോളിഡ് ആയിട്ട് മാറും. ഇതിനെയാണ് സ്റ്റേറ്റിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത്. 3 states of matter are interconvertible by changing the conditions of temperature and pressure. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ, ഇതൊന്ന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ സമയം കളയണ്ടല്ലോ അല്ലെ. അടുത്ത മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്യുവർ സബ്സ്റ്റൻസുകളെന്നും മറ്റൊന്ന് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസുകളെന്നും മിക്സ്ചേഴ്സ് എന്നും. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് എലമെന്റുകളും കോമ്പൗണ്ടുകളും വരും. ഇതൊക്കെ അറിയാം, പക്ഷേ മറന്നുപോയി അല്ലേ. എന്താണ് ഈ പറഞ്ഞ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ? ആ പ്യുവർ എന്ന വാക്കിൽ നിന്ന് തന്നെ കാണും അല്ലേ, അവിടെ ഒരേ ടൈപ്പ്, വൺ ടൈപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതായത് ഒരേ ഒരു ടൈപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ. പ്യുവർ ആയിട്ടുള്ള സ്വർണം എന്ന് പറഞ്ഞാൽ അതിൽ സ്വർണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതിൽ മറ്റൊന്നും ചേർന്നിട്ട് ഉണ്ടാവില്ല. ഐഡിയ കിട്ടുന്നുണ്ടോ? പ്യുവർ ആയിട്ടുള്ള വെള്ളം, ശുദ്ധമായ വെള്ളം എന്ന് വെച്ചാൽ അതിൽ H2O മാത്രമേ കാണത്തുള്ളൂ, മറ്റാരും കാണത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ മിക്സ്ചറുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ എന്തായിരിക്കും? പല വസ്തുക്കൾ തമ്മിൽ കൂട്ടിക്കുഴച്ചുണ്ടാക്കുന്നതാണ് മിക്സ്ചർ. നമ്മൾ ബേക്കറി വാങ്ങുന്ന സാധനം അല്ലെ, മിക്സ്ചർ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ച് കഴിക്കും. അതിനകത്തൊന്ന് ആലോചിച്ചാൽ എന്താണ്? പലതരം സാധനങ്ങൾ പല റേഷ്യോയിൽ പല അളവിൽ ഇങ്ങനെ മിക്സായി കിടക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ 2 തരമുണ്ട്. ഹോമോജീനിയസും ഉണ്ട്, ഹെട്രോജീനിയസും. ഹോമോ എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ, ഹെട്രോ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടും. ഇവരെന്തൊക്കെയാണെന്നും ഉദാഹരണവും നമ്മൾ പഠിക്കണം. കാരണം ഇവിടുന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ എക്സാമ്പിൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. തുടങ്ങാമല്ലോ. ഈ കിടക്കുന്ന സാധനം ഞാൻ സിമ്പിൾ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്രോസ്കോപ്പിക് ലെവലിൽ നമുക്ക് മാറ്റേഴ്സിനെ എത്രയായിട്ട് തിരിക്കാൻ പറ്റും? 2 ആയിട്ട് തിരിക്കാൻ പറ്റും. പ്യുവർ സബ്സ്റ്റൻസുകളെന്നും മിക്സ്ചറുകളെന്നും. അതിൽ ആദ്യം വരുന്നതാണ് പ്യുവർ സബ്സ്റ്റൻസ്. എന്തായിരിക്കും പ്യുവർ സബ്സ്റ്റൻസിന്റെ പ്രത്യേകത? മെയ്ഡ് അപ്പ് ഓഫ് വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ്. ഒരേപോലത്തെ പാർട്ടിക്കിൾസ് ആയിരിക്കും. ഇവരുടെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഉദാഹരണം, ഇരുമ്പ് എന്ന് പറഞ്ഞാൽ Fe. ഈ ഇരുമ്പിനകത്ത് ഇരുമ്പിന്റെ ആറ്റംസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, മറ്റാരും തന്നെ ഉണ്ടാവത്തില്ല. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഇരുമ്പ് എന്ന് പറയുന്നത്. എന്നാൽ വെള്ളം എന്ന് പറഞ്ഞു, ശുദ്ധമായ വെള്ളം എന്ന് പറയുമ്പോൾ H2O ആണ്. അപ്പൊ ഈ H2O എന്ന് പറയുമ്പോൾ നിങ്ങൾ H വേറെ O വേറെ എന്ന് ചിന്തിക്കരുത്. വെള്ളമായി കഴിഞ്ഞാൽ Hഉം Oയും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്ത് മാത്രമേ കാണത്തുള്ളൂ? H2O മോളിക്യൂൾസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും അയൺ. ഇവിടെ എല്ലായിടത്തും H2O. അപ്പോൾ ഒരേ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇവിടെ ചിലർക്ക് സംശയം വരും, സാർ ഹൈഡ്രജൻ ഓക്സിജൻ 2 കൈൻഡിൽ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ കോമ്പൗണ്ടുകളാണ്. അപ്പൊ അവരുടെ മോളിക്യൂളുകളായിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ H2O എന്ന് പറഞ്ഞ് പഠിക്കുമ്പോഴേ Hഉം ഗ്യാസ് ആണ്, Oയും ഗ്യാസ് ആണ്, പക്ഷെ H2O ലിക്വിഡ് അല്ലേ. അപ്പൊ എന്താണ്? അവരുടെ സ്വന്തം പ്രോപ്പർട്ടി എലമെന്റ് കാണിക്കത്തില്ല ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത്. സോ കോമ്പൗണ്ട് മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇവര് ഒരുമിച്ച് ഒരേ കൈൻഡ് പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അവരുടെ കോമ്പോസിഷൻ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അതായത് ഇരുമ്പെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇന്ത്യയിൽ നിന്ന് എടുത്താലും പാകിസ്ഥാനിൽ നിന്ന് എടുത്താലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എടുത്താലും ഇരുമ്പിനകത്തെല്ലാം Fe തന്നെ ആയിരിക്കും. വെള്ളം ഞാൻ ഇന്ത്യയിൽ നിന്ന് എടുത്താലും USA നിന്ന് എടുത്താലും റഷ്യയിൽ നിന്ന് എടുത്താലും വെള്ളം തന്നെ ആയിരിക്കും. സോ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് ഹാവ് എ ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ് സ്ട്രക്ചർ ആൻഡ് ഫിക്സഡ് കോമ്പോസിഷൻ ഈസ് കോൾഡ് പ്യുവർ സബ്സ്റ്റൻസ്. സോഡിയം, പൊട്ടാസ്യം, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹീലിയം എലമെന്റുകളാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അമോണിയ, ഷുഗർ, ഇതൊക്കെ എന്താണ്? കോമ്പൗണ്ടുകളാണ്. പ്യുവർ സബ്സ്റ്റൻസിനെ എത്രയായിട്ട് തിരിക്കാൻ പറ്റും? 2 ആയിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? എലമെന്റുകളെന്നും കോമ്പൗണ്ടുകളെന്നും. അപ്പൊ എന്താ എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പോൾ ഇവിടെ അറ്റോമിക് ലെവലിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരേ തരം ആറ്റങ്ങൾ മാത്രം കാണത്തുള്ളൂ. ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. ഒരേപോലത്തെ ആറ്റം മാത്രമാണ് കാണുന്നതെങ്കിൽ അത് എലമെന്റുകൾ. ഫോർ എക്സാമ്പിൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പഠിക്കുന്നവരെല്ലാം എന്താണ്? എലമെന്റുകളാണ്. 118 എണ്ണം നമ്മൾ നിലവിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഏറ്റവും ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോജൻ ആണ്. ഏറ്റവും ചെറുതെന്ന് വെച്ചാൽ ഓർഗാനിസം എന്ന് പറയുന്ന ഒന്നാണ്. 118. പേടിക്കേണ്ട, കെമിസ്ട്രി പിന്നീട് നമ്മൾ പഠിക്കും ഇവരെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട്. ഓർഗാനിസം എന്ന് പറയും. ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എലമെന്റുകളുടെ പ്രത്യേകത എന്തായിരിക്കും? എലമെന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമേ കാണത്തുള്ളൂ. ഈ ആറ്റംസ് അവരുടെ പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കും കാണിക്കുന്നത്. മോഡേൺ കെമിസ്ട്രിയുടെ പിതാവായിട്ടുള്ള റോബർട്ട് ബോയിലാണ് ഈ പറയുന്ന എലമെന്റ് എന്ന് പറയുന്ന വാക്ക് ആദ്യം കൊണ്ടുവന്നത്. മോഡേൺ കെമിസ്ട്രിയുടെ പിതാവാണ് ആര്? റോബർട്ട് ബോയ്. ഇന്ന് 118 എണ്ണമാണ് ഉള്ളത്. ഏറ്റവും ചെറുത് ഹൈഡ്രോജൻ, ഏറ്റവും വലുത് ഓർഗാനിസം. ഓക്കെ, ഓർഗാനിസം. ഇവരുടെ പേരൊക്കെ കൊടുക്കാൻ നിങ്ങൾ പിന്നീട് പഠിക്കും. അപ്പോൾ ആറ്റത്തെ പറ്റി പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം അറ്റോമിസിറ്റി. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ സോഡിയം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും Na എന്നേ കാണിക്കത്തുള്ളൂ. എന്നാൽ ഹൈഡ്രോജൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഹൈഡ്രോജൻ നമുക്കറിയാം H2 ആയിട്ടൊക്കെ വരും അല്ലേ? കഴിഞ്ഞ കൊല്ലം നമ്മൾ കുറേ വെള്ളം കുടിപ്പിച്ചതാണിത് അല്ലേ? ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓസോൺ എന്ന് പറയുമ്പോൾ നമ്മൾ O3 എന്നാണ് പറയുന്നത്. അതായത് സംഭവം വേറൊന്നുമല്ല. ചില ആറ്റംസ് നേച്ചറിൽ ഒറ്റയ്ക്ക് നിൽക്കും. ഒറ്റയ്ക്ക് അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർ വിളിക്കുന്ന പേരാണ് മോണോ അറ്റോമിക്. എന്താണ്? മോണോ അറ്റോമിക്. ചിലർ രണ്ടുപേര് കൂടിയായിരിക്കും നിൽക്കുന്നത്. അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈ അറ്റോമിക്. എന്താണ്? ഡൈ അറ്റോമിക്. ഇനി ചിലരാണെങ്കിലോ ഇപ്പോൾ ഹൈഡ്രോജൻ, ഓക്സിജൻ, O2 ഉദാഹരണമായിട്ട് എടുക്കാം. എന്നാൽ ഓസോൺ എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ കണ്ടീഷനാണ് എങ്കിൽ ഇവർ 3 ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ന് വിളിക്കാം ട്രൈ അറ്റോമിക് എന്ന് വിളിക്കാം. എന്നാൽ നമ്മൾ ഈ പറയുന്ന ഫോസ്ഫറസ് പോലെയുള്ളത് ഒക്കെ ചിലപ്പോൾ എന്തായിരിക്കും? 3-ലധികമായിട്ട് നിൽക്കും. നമ്മളതിനെ ടെട്രാ അറ്റോമിക് എന്ന് വിളിക്കാൻ നിൽക്കത്തില്ല. പിന്നെ അങ്ങോട്ടുള്ള നമ്മൾ എന്ത് വിളിക്കും? പോളി അറ്റോമിക് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പോളി അറ്റോമിക് എന്ന് വിളിക്കും. അപ്പോൾ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആറ്റങ്ങളുമായി സംബന്ധിച്ച് വരുന്നൊരു കാര്യമാണ്. അതായത് എലമെന്റുകൾ സാധാരണഗതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ അവരെ മോണോ അറ്റോമിക് എന്ന് വിളിക്കും. ഉദാഹരണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ആണെങ്കിൽ ഡൈ അറ്റോമിക് എന്നും 3 ആണെങ്കിൽ ട്രൈ എന്നും അതിൽ കൂടുതലാണെങ്കിൽ പോളി അറ്റോമിക് എന്നും കണക്കാക്കും. ഇതെവിടെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ നമുക്ക് നമ്പർ ഓഫ് മോൾസ്, മോളിക്യൂൾസ് ഒക്കെ കണ്ടുപിടിക്കേണ്ട. ഇവിടെ കഴിഞ്ഞ കൊല്ലത്ത് 4ാം ചാപ്റ്റർ പഠിച്ച കാര്യമൊക്കെ വേണമെന്ന്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ നമ്പർ ഓഫ് മോൾസ് ഉണ്ടോ? ഓർക്കുന്നുണ്ടോ? നമ്പർ ഓഫ് മോൾസ്, അതിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. ഓർക്കുന്നുണ്ടോ? ആ പറയുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിനകത്ത് നമ്മൾ ഈ പറയുന്ന അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് ആറ്റംസ് ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർക്കുന്നില്ലേ? അല്ലെങ്കിൽ നമ്മൾ പഠിക്കും. അപ്പോൾ അവിടെ ഈ അറ്റോമിസിറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ അപ്പോൾ സംശയം വരും. ഓക്കെ, ചിലർ ഒന്നായിട്ട് എക്സിസ്റ്റ് ചെയ്യും, ചിലർ അധികമായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മോണോ അറ്റോമിക് ആണെങ്കിൽ ചിലപ്പോൾ ഡൈ അറ്റോമിക് ആയിരിക്കും, ചിലപ്പോൾ പോളി അറ്റോമിക് ആയിരിക്കും. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം മോണോ അറ്റോമിക്. ഹീലിയം, നിയോ മോണോ അറ്റോമിക് ആണ്. എന്നാൽ ഹൈഡ്രോജൻ, നൈട്രോജൻ, ഓക്സിജൻ പോലെയുള്ളവർ എന്താണ്? ഡൈ അറ്റോമിക് ആണ്. ഫോസ്ഫറസ്, സൾഫർ പോലുള്ള പോളി അറ്റോമിക് ആണ്. ഓസോണിനെ പോലെയുള്ളവർ എന്താണ്? ട്രൈ അറ്റോമിക് ആയിട്ടും വരുന്നവരാണ്. സോ ഇതൊക്കെ നോക്കി വെക്കുക. അപ്പോൾ നോട്ട് വേണമെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങ് എഴുതി പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ PDF നോട്ട്സ് ഒരുപാട് കിട്ടും. നമ്മുടെ നോട്ട് ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ഇതാണ് അറ്റോമിസിറ്റി എന്ന് പറയും. അപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് മിക്സ്ചേഴ്സ് നമ്മൾ തുടങ്ങുന്നില്ല. ക്ലാസിഫിക്കേഷൻ മാറ്ററിനകത്ത് പ്യൂർ സബ്സ്റ്റൻസ്, കോമ്പൗണ്ട്, എലമെന്റ്, കോമ്പൗണ്ട്, അതിൻ്റെ ആറ്റംസ്, മോളിക്യൂൾസ്, ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് അതിലോട്ട് പോകാം. അടുത്ത കോമ്പൗണ്ടുകൾ. ആരാണ് കോമ്പൗണ്ടുകൾ? ഹൈഡ്രോജൻ എന്ന എലമെന്റും ഓക്സിജൻ എന്ന എലമെന്റും കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് H2O എന്ന മോളിക്യൂൾ. പ്രത്യേകത, ഇവിടെ എലമെന്റുകൾ അവരുടെ സ്വന്തം പ്രോപ്പർട്ടി കാണിക്കത്തില്ല. ഇവിടെ ദേ ആർ കമ്പൈൻഡ് കെമിക്കലി. അപ്പൊ കെമിക്കലി ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് കോമ്പൗണ്ടുകൾ. കെമിക്കലി ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് എന്ത്? കോമ്പൗണ്ടുകൾ. ഓക്കെ, ഇതാണ് കോമ്പൗണ്ടുകൾ. അപ്പൊ ഈ കോമ്പൗണ്ടുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന എന്തായിട്ടായിരിക്കും? മോളിക്യൂളുകളായിട്ടായിരിക്കും. അപ്പോൾ വാട്ടറിന്റെ മോളിക്യൂള് അല്ലെങ്കിൽ വാട്ടറിന്റെ ആറ്റം എന്നൊക്കെ പറയും. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ കോമ്പൗണ്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവര് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അവിടെ ഒന്നിലധികം ആറ്റങ്ങൾ പരസ്പരം ചേർന്നിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഡിഫറൻറ്റ് എലമെന്റുകൾ ചേർന്നിട്ടായിരിക്കും ഒരു പ്രത്യേക റേഷ്യോയിലായിരിക്കും അവർ ഫോം ചെയ്യുന്നത്. പ്രത്യേകത, ഇവരൊരിക്കലും നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം വരുന്ന മിക്സ്ചറും കോമ്പൗണ്ടും പഠിക്കുമ്പോൾ ചിലപ്പോൾ സംശയം വരും. മിക്സ്ചറിലും 2 ടൈപ്പ് പാർട്ടിക്കിൾസ് ചേരും, കോമ്പൗണ്ടിൽ 2 ടൈപ്പ് ആറ്റംസ് ആണ് ചേരുന്നത്. അതെങ്ങനെ ചേരുന്നു? കെമിക്കലി ബോണ്ട് ചെയ്യുന്നു.
അപ്പോൾ കെമിക്കലി ബോണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല അവരുടെ സ്വന്തം പ്രോപ്പർട്ടി കാണിക്കത്തില്ല. അത് ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ കോമ്പൗണ്ടിലും 2 തരം ആൾക്കാർ ചേരുന്നുണ്ടെന്ന് പറയുന്നു, മിക്സ്ചറിലും ചേരുന്നുണ്ടെന്ന് പറയുന്നു. എന്താ വ്യത്യാസം? കോമ്പൗണ്ടിൽ വെറുതെ അങ്ങ് ചേരുക, അവർ കെമിക്കൽ റിയാക്ഷൻ വഴി ബോണ്ട് ചെയ്ത് മാറുന്നതാണ്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരൊരിക്കലും സ്വന്തം പ്രോപ്പർട്ടി കാണിക്കത്തില്ല. മാത്രമല്ല അവർ ഈസിയായിട്ട് സെപ്പറേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ ഒരേപോലത്തെ ആൾക്കാർ തന്നെയാണ്. സോ ദേ ആർ പ്യുവർ സബ്സ്റ്റൻസസ്. അതാണ് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അമോണിയ, സൾഫ്യൂരിക് ആസിഡ്, ഇതുപോലെയുള്ള എല്ലാം എന്താണ്? കോമ്പൗണ്ടുകളാണ്. ഇവരൊക്കെ പ്യുവർ സബ്സ്റ്റൻസിനകത്ത് വരുന്നത്. എന്നാൽ പിന്നെ മിക്സ്ചർ പഠിക്കാം. സിമ്പിളാണ്. 2 ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് കൂടി ചേരും. 2 ടൈപ്പ് ആറ്റമല്ല, 2 ടൈപ്പ് പാർട്ടിക്കിൾസ് കൂടി ചേർന്ന് ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ നമുക്ക് ഈസിയായി എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അവർ ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പറ്റുന്നത് കൊണ്ടാണ് അവരെന്ത് വിളിക്കുന്നത്? മിക്സ്ചറുകളെന്ന് വിളിക്കുന്നത്. 2 ടൈപ്പ് ഉണ്ട്, ഹോമോജീനിയസും ഹെട്രോജീനിയസും. അപ്പോൾ പറഞ്ഞ് മിക്സ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോർ ദാൻ 1 ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് കാണും. അവിടെ 2ലധികം ഡിഫറൻറ്റ് സബ്സ്റ്റൻസസ് എന്ത് ചെയ്തിട്ടുണ്ടാകും? കെമിക്കലി അല്ലാതെ ബോണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർ എന്ത് ചെയ്യാൻ പറ്റും? ഈസിയായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല കെമിക്കലി ബോണ്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവം അതുപോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. സൊല്യൂഷൻസ്, സസ്പെൻഷൻസ്, കൊളോയിഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന എല്ലാവരും മിക്സ്ചറുകൾക്കകത്താണ് വരുന്നത്. പഞ്ചസാരയും വെള്ളവും കൂടെ കലക്കി, അതൊരു മിക്സ്ചറാണ്. കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും അവരെ നമുക്ക് ഈസിയായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ മിക്സ്ചർ. സസ്പെൻഷൻ, കുറച്ച് മണ്ണ് അല്ലെങ്കിൽ കുറച്ച് ചോക്ക് പൊടി എടുത്ത് ഞാൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ കലക്കി, സസ്പെൻഷൻ ഉണ്ടായി. പാല് ഒരു കൊളോയിഡാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? മിക്സ്ചറുകളാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്കൽ മെത്തേഡ് ആയിട്ടുള്ള ഫിൽട്രേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലൈസേഷൻ ഒക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സൊല്യൂഷൻസുകൾ, ഗോൾഡ് ഓർണമെന്റ്സ്, കാരണം ഗോൾഡിനകത്ത് ചെമ്പും കൂടി ചേരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. കടൽ വെള്ളം, മഡി വാട്ടർ, ഇതൊക്കെ എന്താണ്? മിക്സ്ചേഴ്സിനകത്ത് വരും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില മിക്സ്ചറുകളിൽ നമുക്ക് മിക്സിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ഒരുപോലെ ഇരിക്കും. ഉപ്പ് വെള്ളത്തിൽ കലക്കിയാൽ, പഞ്ചസാര വെള്ളത്തിൽ കലക്കിയാൽ അവരെയാണ് നമ്മൾ ഒരേപോലെ ഇരിക്കുന്നു, കോമ്പോസിഷൻ ത്രൂ ഔട്ട്, ഹോമോജീനിയസ് എന്നും. മറ്റേതന്നെയാണ് നമ്മൾ ഹെട്രോജീനിയസ് എന്നും വിളിക്കും. എന്താണ് ഹോമോജീനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം നമ്മൾ എടുത്തു, അതിൽ പഞ്ചസാര കലക്കി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിൽ വെള്ളവും പഞ്ചസാരയും ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, രുചിച്ചു നോക്കിയാലേ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇവരുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്? യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. യൂണിഫോം കോമ്പോസിഷൻ ആയിട്ടുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോജീനിയസ് മിക്സ്ചറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും എല്ലായിടത്തും. നമുക്ക് ഈസി ആയിട്ടൊന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ പറ്റും. ഫിസിക്കൽ മെത്തേഡ് വെച്ച് തന്നെ പറ്റും. പക്ഷെ കൈകൊണ്ടെടുത്ത് മാറ്റാൻ അതുപോലത്തെ അത്രയ്ക്ക് ഒന്നും പറ്റത്തില്ല. ഓക്കെ. എല്ലാതരം സൊല്യൂഷൻസും എയറും ഒക്കെ എന്താണ്? ഹോമോജീനിയസ് ആണ്. അതിൽ എയറിനെ നോക്കി വെച്ചോ, പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. എയർ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള എയറിനെ കാണുമ്പോഴേ അതിൽ ഓക്സിജൻ ഉണ്ട്, നൈട്രോജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് കാണാൻ പറ്റും? ഇല്ല, എല്ലായിടത്തും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്. അതാണ് ഹോമോജീനിയസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ പഠിച്ചു വെച്ചോളാം. ഇവൻ നമുക്കൊരു വില്ലനായിട്ട് വരും. അടുത്ത ഹെട്രോജീനിയസ് എന്തായിരിക്കും? ഹെട്രോജീനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോസിഷൻ എല്ലായിടത്തും യൂണിഫോം അല്ല. കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഒരു ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഡി വാട്ടർ ആണ് ഇവിടുത്തെ മെയിൻ ആൾ. മഡി വാട്ടർ അല്പനേരം ഒന്ന് വെച്ചാൽ തന്നെ നിങ്ങൾ സെറ്റിൽ ചെയ്ത് പോകത്തില്ലേ, അല്ലേ? മഡി വാട്ടർ അല്ലേ? ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെട്രോജീനിയസ് മിക്സ്ചറിന്റെ ഉദാഹരണമായിട്ട് വരുന്നത്. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ പക്ഷെ പഠിച്ചു വെച്ചോളാം, സീ വാട്ടറും ഹെട്രോജീനിയസ് ആണ്. എയറും ഹോമോജീനിയസ് ആണ്. പക്ഷെ സീ വാട്ടർ ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചോളണം. അവൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. സംഭവം തീർന്നു. പ്രോപ്പർട്ടീസ് മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എലമെന്റ്, കോമ്പൗണ്ട്, പ്രോപ്പർട്ടീസ്. ഹെട്രോജീനിയസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? have a different composition at a different part are called heterogeneous mixtures and can easily be separated. Sea water, soil, muddy water ആണ് എന്താ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, തീർന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ വരെയുള്ള ഭാഗമാണ് ഈ ഡിസ്കസ് ചെയ്തത്. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം പോയിന്റുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ വായിക്കുന്ന നമുക്ക് ഐഡിയ കിട്ടാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഹെഡിങ് വെച്ച് തന്നേ ഉള്ളൂ. സെറ്റല്ലേ? എന്നാൽ പിന്നെ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിക്കാം.
വളരെ സിമ്പിളാണ്. ഇവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഫിസിക്കലി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു വസ്തുവിൻ്റെ നിറം, അതിൻ്റെ മണം, അതിൻ്റെ ആ ഒരു കട്ടി, ഇതൊക്കെ നമുക്ക് ഒന്ന് നോക്കിയാൽ തന്നെ ഒന്ന് അതിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് വരുത്താതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത്തരം പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടി? നമുക്ക് പ്രോപ്പർട്ടി രണ്ടായിട്ട് തിരിക്കും, ഫിസിക്കലും കെമിക്കലും. അപ്പോൾ ഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവേഷൻ കൊണ്ട് തന്നെ ഇവരുടെ കെമിക്കൽ ചേഞ്ച് ഒന്നും തന്നെ വരുത്താതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു കെമിക്കൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യവുമില്ല. കളറ്, നിറം, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്, അതിൻ്റെ ഡെൻസിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം മെൽറ്റ് ചെയ്ത പെട്ടെന്ന് തന്നെ തിരിച്ച് നമുക്ക് എന്താക്കാൻ പറ്റും? ഫ്രീസ് ചെയ്ത് സോളിഡ് ആക്കാൻ പറ്റും. കെമിക്കൽ ഘടനയിൽ ഒരു മാറ്റവും നമ്മൾ വരുത്തുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അതിൻ്റെ കെമിക്കൽ ഘടനയിൽ നമ്മൾ ഒരു മാറ്റവും വരുത്തത്തില്ല. കാരണം മെഴുകിനെ നമ്മൾ ഉരുക്കി കഴിഞ്ഞാൽ തിരിച്ച് അത് സോളിഡ് ആകുമ്പോൾ എന്താവും? മെഴുകാവും. മെൽറ്റി പോയിന്റ് കണ്ടുപിടിക്കാൻ അതുപോലെ. അപ്പോൾ ആ ഒരു ലോജിക്ക്. വെള്ളത്തിന് നമുക്ക് ഐസാക്കാം, അടുത്തതിനെ വെള്ളമാക്കാം, നീരാവിയാക്കാം, തിരിച്ചാക്കാം. എക്സ്പെരിമെന്റിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ H2O എന്ന കെമിക്കൽ ഘടനയ്ക്ക് യാതൊരു മാറ്റവും വരുത്താതെ ചെയ്യാൻ പറ്റുന്നതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ അത് പറ്റാത്തതായിരിക്കും എന്തെന്ന് പറയുന്നത്? കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതായത് എന്തായിരിക്കും? ഒരു കെമിക്കൽ ചേഞ്ചിലൂടെ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണ് കെമിക്കൽ ചേഞ്ച്. അതിൻ്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കുക, എന്തൊക്കെ അകത്തുണ്ടെന്ന് കണ്ടുപിടിക്കും. സെപ്പറേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. കമ്പസ്റ്റബിലിറ്റി, കത്തിക്കുന്ന പ്രോസസ്സ്, ഉരുക്കുന്നതല്ല കത്തിക്കുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. അതിൻ്റെ റിയാക്ടിവിറ്റി, ആസിഡുമായിട്ട് ബേസുമായിട്ട് എങ്ങനെയാണെന്ന് നമ്മൾ റിയാക്ട് ചെയ്യണം. അപ്പോൾ പുതിയ കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടി അളക്കുമ്പോഴത്തേക്കും പലപ്പോഴും പുതിയ കോമ്പൗണ്ടുകളൊക്കെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് കെമിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ ഒരിക്കലും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടെത്തുന്ന സമയത്ത് പുതിയ പ്രോഡക്റ്റുകളൊന്നും ഉണ്ടാകത്തില്ല. പഴയ ആൾ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അവൻ്റെ രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ആൾക്ക് മാറ്റമൊന്നും വരത്തില്ല. അത് ഫിസിക്കൽ മാറ്റം വരുത്തി പഠിച്ചാൽ അത് കെമിക്കൽ പ്രോപ്പർട്ടീസ്. എന്നിങ്ങനെ രണ്ട് തരം പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ വസ്തുക്കൾക്ക് ഉള്ളത്. ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളെവിടെ പഠിച്ചു? ഫിസിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. പ്രോപ്പർട്ടീസ് നമുക്ക് അളക്കണമെങ്കിൽ നമുക്ക് മെഷർമെൻറ്റിന് യൂണിറ്റുകൾ വേണം. പലതരം യൂണിറ്റുകളുണ്ട്. CGS, MKS, FPS, SI. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് SI. ഇതൊന്നും ഇനി പറഞ്ഞു തരേണ്ടല്ലോ. ഇനി ക്ലാസ് കാണാത്തവരാണെങ്കിൽ പ്ലേലിസ്റ്റ് പോയാൽ മതി. ഫിസിക്സിൻ്റെ ക്ലാസ് ഉണ്ട്. അതിൽ ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് 1/4 മണിക്കൂർ എടുത്ത് പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ വീണ്ടും കെമിസ്ട്രിയിൽ അതും പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. SI യൂണിറ്റിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്. ലെങ്ത് മീറ്റർ M, മാസ് കിലോഗ്രാം kg, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ട് ആംബിയർ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡിൽ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റാനും തിരിക്കാനും ഒക്കെ പറ്റും. എന്താണ് ലെങ്ത്, കിലോഗ്രാം, ആംബിയർ, കെൽവിൻ, മോള്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ വായിച്ചു വിട്ടാൽ മതി. ഇമ്പോർട്ടൻസ് അല്ല. ഇനി ഇതൊന്ന് നോക്കി വെച്ചാൽ മതി. പ്രിഫിക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ 10നെ ഡെക്ക എന്നാണ് വിളിക്കുന്നതെങ്കിൽ നമുക്കറിയാം 10 സെന്റിമീറ്റർ ആകുമ്പോൾ 100 അല്ലേ? അപ്പോൾ 100 സെന്റി. ഓക്കെ, ഇവിടെ നമ്മൾ ഇതാ നോക്കുക, 100 സെന്റി. താഴോട്ട് വരുമ്പോഴോ മില്ലി 10⁻³ മില്ലി. 6 ആകുമ്പോൾ മൈക്രോ, 9 ആകുമ്പോൾ നാനോ, 12 ആകുമ്പോൾ പൈക്കോ. ഇത്രയും നോക്കി വെച്ചാണ്. അടുത്ത് മുകളിലോട്ട് പോകുമ്പോൾ ഓക്കെ, ഹെക്ടോ, 10⁻³ കിലോ, 6 മെഗാ, 9 ഗിഗ, 12 ടെറ. ഇത്രയും 10⁻² വരുമ്പോൾ അല്ലെങ്കിൽ 10⁻³ വരുമ്പോൾ എന്ത് പേര് കൊടുക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ കിലോഗ്രാം എന്ന് വെച്ചാൽ 10⁻³. അതുപോലെ നമ്മളിപ്പോൾ മെഗാബൈറ്റ് 10⁻⁶. മെഗാബൈറ്റ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയറിലൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കണ്ടാവും. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ടൈം നിങ്ങൾ ഇതൊക്കെ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ പേടിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി കുറച്ച് മാസ് എന്താണ്, വോളിയം എന്താണെന്നുള്ള കാര്യമാണ്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് സെറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ആ പഠിച്ച ഭാഗത്ത് ഒന്ന് ചോദിച്ചു നോക്കാം. ഉത്തരം പറ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹോമോജീനിയസ് മിക്സ്ചർ? ഇതിൽ ഹോമോജീനിയസ് അല്ലാത്തത് ഏത്? ഷുഗർ സൊല്യൂഷൻ, കെറോസിൻ, മഡി വാട്ടർ, എയർ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ആളാണ് എയർ, മഡി വാട്ടർ അല്ലേ? മഡി വാട്ടർ നമുക്ക് ഏതാണ്ട് ഉറപ്പാണെങ്കിലും എയർ വരുമോ എന്നൊരു സംശയം വരും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എയർ ഒരു ഹോമോജീനിയസ് തന്നെയാണ്. ഉത്തരം ഏതാണ്? മഡി വാട്ടർ ആണ്. അടുത്ത ചോദ്യം 2024 ചോദിച്ചു. ക്ലാസിഫൈ ദ ഫോളോയിങ് എസ് ഹോമോജീനിയസ് മിക്സ്ചർ, ഹെട്രോജീനിയസ് മിക്സ്ചർ, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്,
ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജന്റ് ഓഫ് എ റിയാക്ഷൻ. ലിമിറ്റിംഗ് റിയേജന്റ് നമ്മൾ ഇപ്പോൾ പഠിക്കാത്തതുകൊണ്ട് ആ ചോദ്യം നമുക്ക് പഠിച്ചതിന് ശേഷം പഠിക്കാം. ആദ്യം ഇവരെ ഒന്ന് ഹോമോയും ഹെട്രോയും എലമെന്റും കോമ്പൗണ്ടുമായിട്ട് ഒന്ന് ക്ലാസിഫൈ ചെയ്തേ. സിൽവർ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ കാണുന്നതാണ്, അപ്പോൾ അതൊരു എലമെന്റ് ആണ്. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അത് ഹോമോജീനിയസ് മിക്സ്ചർ. മഡി വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെട്രോജീനിയസ് ആണ്. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമ്പൗണ്ട്. സോ പറഞ്ഞു തന്ന എക്സാമ്പിൾസ് എങ്കിലും മിനിമം ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. മെഷർമെന്റുകൾ, അതിൽ ഫണ്ടമെന്റൽ SI യൂണിറ്റുകളുണ്ട്. 7 ഫണ്ടമെന്റൽ യൂണിറ്റ് ഓൾറെഡി പഠിച്ചതാണ്. ഇനി പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം ഇത് നോക്കാം. മാസ്, വെയിറ്റ്, വോളിയം, ഡെൻസിറ്റി. ഇത് ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാൻ എന്നുള്ള കാര്യമേ ഉള്ളൂ. അത് നമ്മൾ ഈ പറയുന്ന പോലെ വിശദമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മാറ്റർ എന്നൊരു വസ്തുവിനെ വിളിക്കണമെങ്കിൽ അതിനകത്ത് മാസ് വേണം. അപ്പോൾ ഈ പറയുന്ന ഒരു വസ്തുവിൽ എത്രത്തോളം മാറ്റർ അടങ്ങിയിട്ടുണ്ട്, ഒരു വസ്തുവിൽ എത്രത്തോളം മാറ്റർ അടങ്ങിയിട്ടുണ്ട്, അതിനെ വിളിക്കുന്ന വാക്കാണ് എന്താ, മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ. മാസിന് നമ്മൾ സാധാരണ അളക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം ആണ്. ഈ മാസിനോട് ചേർന്നിരിക്കുന്ന മറ്റൊരു ക്വാണ്ടിറ്റിയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ സാധാരണ ഈ പറയുന്ന കോമൺ ബാലൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, അല്ല കോമൺ ബാലൻസ് അല്ല, സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ടാണ് അളക്കുന്നത്. വെയിറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ പറഞ്ഞ മാസ് ഉള്ളൊരു വസ്തു, ഈ പറയുന്ന മാസ് ഉള്ളൊരു വസ്തു, ഈ വസ്തുവിലേക്ക് നമ്മുടെ ഭൂമി എത്രത്തോളം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ മാസ് എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്, അത് ഒരു ഫോഴ്സിന്റെ അളവായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് ഗ്രാവിറ്റി എത്രത്തോളം ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റിന്റെയും യൂണിറ്റ് നമ്മൾ കിലോഗ്രാമിലാണ് എടുക്കുന്നത്. അവിടെ വേറെ ന്യൂട്ടൺ വരും, പക്ഷെ നമ്മൾ തൽക്കാലം വെയിറ്റും മാസും യൂണിറ്റ് എന്ത് തന്നെയാണ്, കിലോഗ്രാം ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് വരുന്നതാണ് വോളിയം. എന്താണ് വോളിയം? വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യാൻ, അല്ല ഒരു വസ്തുവിനെ ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ട സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിന്റെ വോളിയം എന്ന് പറയുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, വോളിയം. അപ്പോൾ വോളിയത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും, സെന്റിമീറ്റർ. സെന്റിമീറ്റർ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്, മീറ്ററിലാണ് എടുത്തതെങ്കിൽ മീറ്റർ ക്യൂബ്, ഇനി കിലോമീറ്ററിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് കിലോമീറ്റർ ക്യൂബായിട്ട് മാറുകയും ചെയ്യും. അപ്പം വോളിയം വരുമ്പോൾ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. വോളിയം നമ്മൾ അളക്കുമ്പോൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ലിറ്റർ എന്നാണ്. കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. 1 ലിറ്റർ എന്ന് വെച്ചാൽ അത് 1000 മില്ലി ലിറ്ററാണ്. അത് നിങ്ങൾക്കറിയാം. വേറൊരു റിലേഷനാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 മില്ലി ലിറ്റർ, അല്ലെങ്കിൽ അത് 1000 സെന്റിമീറ്റർ ക്യൂബിന് തുല്യമാണ്. ഇതൊന്നും കാണാതെ ഓർത്ത് വെച്ചോളൂ. 1 ലിറ്റർ എന്ന് വെച്ചാൽ അത് 1000 സെന്റിമീറ്റർ ക്യൂബ്. സെന്റിമീറ്റർ കിട്ടിയാൽ പിന്നെ നമുക്കത് ഈ പറഞ്ഞ ഏത് മീറ്ററിലോട്ട് മാറ്റാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ വോളിയം എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ സ്പേസ് ഒക്കുപ്പൈഡ്, അല്ലെ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഒക്കുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് വോളിയം. വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സാധാരണ നമുക്ക് സെന്റിമീറ്റർ ക്യൂബ് യൂണിറ്റ് ഉണ്ട്, മീറ്റർ ക്യൂബ് എന്നൊരു യൂണിറ്റ് ഉണ്ട്, അതുപോലെ ലിറ്റർ ഉണ്ട്. അപ്പോഴാണ് റിലേഷൻ. 1 ലിറ്റർ എന്ന് വെച്ചാൽ അത് 1000 മീറ്റർ ക്യൂബ് അല്ല, മില്ലിമീറ്റർ ക്യൂബ് അല്ല, സെന്റിമീറ്റർ ക്യൂബാണ്. 1 ലിറ്റർ 1000 മില്ലി ലിറ്റർ ആണ്. അത് മാറിപ്പോകല്ലേ, നിങ്ങൾക്ക് ഈ മില്ലി ലിറ്റർ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഇവിടെ മില്ലിമീറ്റർ ക്യൂബ് എന്ന് എഴുതാൻ ഒരു തോന്നൽ വരും. തോന്നൽ വന്നാൽ തെറ്റിപ്പോവും. അപ്പൊ ശ്രദ്ധിച്ചോളണം. ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ അത് 1000 മില്ലി ലിറ്റർ. അത് നമുക്ക് കുഴപ്പമില്ല. ഇത് സെന്റിമീറ്ററിന്റെ ആ ഒരു ഇതിലോട്ട് വരുമ്പോൾ അത് 1000 സെന്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, 1000 സെന്റിമീറ്റർ ക്യൂബാണ്. അത് മറന്നു പോകരുത്. കൺവേർഷന് നമുക്കിത് വളരെയധികം ആവശ്യമാണ്. ലാസ്റ്റ് വരുന്ന ഡെൻസിറ്റി. മാസ് പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് വോളിയത്തിന്റെ ലിറ്ററിൽ അളക്കുന്ന കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വോളിയോമെട്രിക് ഫ്ലാസ്ക് ഒക്കെ വോളിയത്തിൽ ലിറ്ററിൽ അളക്കുന്ന കേസാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാസ് പെർ വോളിയം, മാസ് പെർ യൂണിറ്റ് വോളിയമാണ് ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു വസ്തു നമ്മൾ എടുത്തു, ആ വസ്തുവിന്റെ ഒരു യൂണിറ്റ് മാസ് ഇവിടെ നോക്കി, ഈ ഒരു വസ്തു എടുത്തു, ഇതിന്റെ ഒരു യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യൂബാണ്. ഈ ഒരു ക്യൂബാണ് യൂണിറ്റ്. ഈ യൂണിറ്റ് മാസിനകത്ത് ഈ യൂണിറ്റ് വോളിയത്തിനകത്ത് എത്ര മാസ് ഇരിക്കുന്നു, ഒന്നും കൂടെ, ഒരു വസ്തു നമ്മൾ എടുക്കുന്നു, ആ വസ്തുവിന്റെ ഒരു ഭാഗം വോളിയം എടുത്താൽ ആ വോളിയം ഭാഗത്തിനകത്ത് എത്രത്തോളം മാസ് അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അതിന് എന്ത് ചെയ്താൽ മതി, മൊത്തം മാസിന് മൊത്തം വോളിയം ഡിവൈഡ് ചെയ്താൽ മതി, ഒറ്റ യൂണിറ്റ് ഭാഗം നമുക്ക് കിട്ടും. സോ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, മാസ് ബൈ വോളിയം. അപ്പോൾ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പോൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതും ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇതും വേണമെങ്കിൽ സെന്റിമീറ്റർ ക്യൂബിലോട്ടും മില്ലിമീറ്റർ ക്യൂബിലോട്ടും ഒക്കെ മാറ്റാൻ പറ്റും. അത് ആ സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി മാസ് പെർ വോളിയം, യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. തെറ്റല്ലേ? ഇതൊക്കെ പഠിച്ച കാര്യമാണ്, ഒന്ന് ഓർക്കുക. ലാസ്റ്റ് വരുന്ന സംഭവം ടെമ്പറേച്ചർ കൂടെ.
ടെമ്പറേച്ചർ നമുക്ക് ചില സമയത്ത് നമ്മുടെ തെർമോഡൈനാമിക് ടെമ്പറേച്ചറിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എപ്പോഴും കെൽവിൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നമ്മൾ പക്ഷേ എപ്പോഴും പറഞ്ഞ് ശീലിച്ച ഡിഗ്രി സെൽഷ്യസിലായതുകൊണ്ട് തന്നെ ചോദ്യത്തിൽ പലപ്പോഴും ഈ ചാപ്റ്റർ ആകണമെന്നില്ല, ഇനി അങ്ങോട്ട് 2 വർഷത്തിനകത്ത് എപ്പോൾ വേണമെങ്കിലും ഈ ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ട് അതിനെ കെൽവിനിലോട്ട് മാറ്റാനൊക്കെ ചോദിക്കാം. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിൽ എത്രത്തോളം അല്ലെങ്കിൽ ഒരു വസ്തു എത്രത്തോളം ചൂടാണ് അല്ലെങ്കിൽ തണുപ്പാണ്. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് ഓഫ് എ ബോഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് ഐസ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ്, അതായത് 0 ഡിഗ്രിയും 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങിയാൽ മതി. 100 ഡിഗ്രി സെൽഷ്യസ് ഓർ 0 നിന്ന് തുടക്കം 0 ഡിഗ്രി സെൽഷ്യസിലാണ് എന്താകുന്നത്? വെള്ളം ഐസായിട്ട് മാറുന്നത് നമുക്ക് അറിയാം. മനസ്സിലാക്കുക, ഈ പറയുന്ന 0 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ഐസ് ആകും. നമ്മൾ ഇത് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലുള്ള വാല്യൂ ആണ്. എന്നാൽ കെൽവിൻ സ്കെയിൽ പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലെ. കെൽവിൻ സ്കെയിലിൽ 0 ഡിഗ്രിക്ക് ഈക്വൽ 273.15 കെൽവിനാണ്. കാരണം 0 കെൽവിൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് അബ്സല്യൂട്ട് സീറോ ആണ്. ഓർക്കുന്നുണ്ടോ? അബ്സല്യൂട്ട് സീറോയിൽ എന്ത് പറ്റും? ഈ മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജിയൊക്കെ 0 ആവും. അതാണ് 0 കെൽവിൻ. അപ്പോൾ അതാണ് 0 കെൽവിൻ. അപ്പോൾ 0 കെൽവിന് തുല്യം ഡിഗ്രി സെൽഷ്യസിൽ എത്രയായിരിക്കും? ഇതിൻ്റെ മൈനസ് കിട്ടാൽ മതി. -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇത് രണ്ടും കിട്ടിയാൽ തന്നെ ഒരുവിധം ഓക്കെ ആയി. അപ്പോൾ പറഞ്ഞേ എന്താ സംഭവം? വെള്ളം ഐസാകുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ. അതിന് തുല്യമായിട്ട് കെൽവിൻ സ്കെയിലിൽ വരുന്നത് 273.15 ഡിഗ്രി കെൽവിൻ. അടുത്ത നമുക്കറിയാം 0 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബ്സല്യൂട്ട് സീറോ. അതെന്താണ്? അത് അബ്സല്യൂട്ട് സീറോ ആകുമ്പോഴത്തേക്കും മോളിക്യൂൾസുകളുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന സീറോ ആണ്. ഇത് സാങ്കല്പികമായിട്ടുള്ള ഒരു കേസാണ്. ഇതിന് തുല്യമായിട്ട് വരുന്ന എന്തായിരിക്കും? ഇതിൽ നിന്ന് കുറച്ചാൽ മതി. -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിന് തുല്യം. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഇനി അങ്ങോട്ടുള്ള എളുപ്പമാണ്. ഐസ് 0 തിളയ്ക്കുന്നത് 100 ഡിഗ്രി. അപ്പോൾ ഐസാവുന്ന 273 തിളയ്ക്കുമ്പോൾ 100 കൂട്ടിയാൽ മതി. 373 ഡിഗ്രി കെൽവിൻ ആയിരിക്കും. കാരണം ഇവർക്ക് 2 പേർക്കും ഇവിടെ മുതൽ ഇവിടം വരെ 100 ഡിവിഷൻസ് ആണുള്ളത്. എത്ര ഡിവിഷൻസ് ആണുള്ളത്? 100 ഡിവിഷൻസ് ആണുള്ളത്. ആർക്കൊക്കെ? കെൽവിനും ഡിഗ്രിക്കും. എന്നാൽ ആരാ ഈ ഫാരൻഹീറ്റ്? ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. അദ്ദേഹം കൊണ്ടുവന്ന സ്കെയിൽ ആയതുകൊണ്ട് ഫാരൻഹീറ്റ് ആണ് നമുക്കൊരു ശല്യം. നമ്മൾ ബോഡി ടെമ്പറേച്ചർ ഒക്കെ പറയുന്നത് ഫാരൻഹീറ്റിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഫാരൻഹീറ്റ് അല്ല 100 ഡിഗ്രി പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, വെള്ളം തിളയ്ക്കുന്ന ചൂട് നമുക്ക് ഉണ്ടായിട്ടാണോ നമുക്ക് 100 ഡിഗ്രി പനി എന്ന് പറയുന്നത്? അല്ല, അത് ഫാരൻഹീറ്റിലാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഫാരൻഹീറ്റ്? അവിടെ വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. കാരണം ഇവിടെ മൊത്തം 180 ഡിവിഷൻസ് ഉണ്ടെന്ന് ആലോചിച്ചോളൂ. ഇവിടെ 100 ഡിവിഷൻസ് ആണെങ്കിൽ ഇവിടെ എത്ര ഡിവിഷൻസ് ആണ്? 180 ഡിവിഷൻസ് ആണ്. അപ്പോൾ ഇതിന്റെ സീറോ എന്ന് പറയുമ്പോൾ -470 വല്ല 459. ഇത് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് അത് നോക്കണ്ട. അബ്സല്യൂട്ട് സീറോക്ക് ഈക്വൽ ഫാരൻഹീറ്റിൽ എത്ര എന്നാലും പഠിച്ചു വെച്ചു. ഇനി ചോദിക്കാമല്ലോ. -459.67 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പോലും ഈ പറഞ്ഞ മൈനസിന്റെ കേസ് പറയുന്നില്ല. എങ്കിലും ഈ പറഞ്ഞ സാധനം 0 കെൽവിനും -273.15 ഡിഗ്രി സെൽഷ്യസും ഓർത്ത് വെച്ചോ, ആവശ്യം വരും. ഇനി കൺവേർഷൻ എങ്ങനെയാണ്? കൺവേർഷൻ എളുപ്പമല്ലേ. 273 ആണെങ്കിൽ 1 ഡിഗ്രി കെൽവിൻ എത്രയായിരിക്കും? 1 + 273. 2 ഡിഗ്രി സെൽഷ്യസ് എത്രയായിരിക്കും? 3 + 273 കെൽവിൻ. 4 ഡിഗ്രി സെൽഷ്യസ് എത്രയായിരിക്കും? 4 + 273 കെൽവിൻ. അപ്പോൾ അത് എളുപ്പമാണ്. കെൽവിൻ സ്കെയിലിനെ കിട്ടാനായിട്ട് ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ എന്ത് ചെയ്ത് കൂട്ടിയാൽ മതി? 273 കൂട്ടിയാൽ മതി. ഇനി തിരിച്ചാണെങ്കിലോ, ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലോ കെൽവിനിൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 273 കുറച്ചാൽ മതി. അത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കേസ്. പാടൊന്നുമില്ല അല്ലേ? സിമ്പിളായിട്ട് കിട്ടുന്ന കേസ്. പക്ഷെ ഇവനാണ് വില്ലൻ. ഇതെന്താ സംഭവം? ഇത് വേറൊന്നുമില്ല. നോക്കടാ, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഫാരൻഹീറ്റ് നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഡിഗ്രി സെൽഷ്യസ് 0 തുല്യം 32 ആണ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റ് കിട്ടാൻ ഡിഗ്രിയോടൊപ്പം 32 കൂട്ടിയാൽ മതി. ഇവിടെ 273 കൂട്ടുന്ന പോലെ ഇവിടെ 32 കൂട്ടിയാൽ മതി. പിന്നെ ഈ 9/5 വന്നത് എങ്ങനെയാണെന്നുള്ളത് സംശയം വരുള്ളൂ. അത് ഇത്രയേ ഉള്ളൂ. ഇവിടെ മുതൽ മുകൾ വരെ 100 ഡിവിഷൻസും ഇവിടെ ആണെങ്കിൽ 180 ഡിവിഷൻസും ആണ്. അപ്പോൾ അത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ 180നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ 180നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 18/10 ആകുമ്പോഴത്തേക്കാണ് അതിൻ്റെ 2 ആകുമ്പോൾ എത്ര? 9/5 എന്ന് വരും. കണ്ടോ? അപ്പോൾ
ഡിഗ്രി സെൽഷ്യസിനോടൊപ്പം 32 കൂട്ടിയാൽ മതി. എന്നിട്ട് ഈ പറഞ്ഞ ഡിവിഷനുകളുടെ വ്യത്യാസം തുല്യമാക്കാനാണ് നമ്മൾ ഈ 9/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചോ, ആവശ്യം വരും. സംഭവം പിടിയിട്ട് കാണുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചറിൽ 0 ഡിഗ്രി വെള്ളം ഐസാകും. അതെ, ഐസാവും. കെൽവിനിലാകുമ്പോൾ അത് 273 തുല്യമാണ്. എന്നാൽ 0 ഡിഗ്രി കെൽവിൻ എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് 0 ആണ്. അത് -273 ഈക്വൽ. അടുത്ത് 0 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ട് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വരുന്നത്. ഇവിടുന്ന് മുകളിലോട്ട് 100 ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടുന്ന് 100 ആയതുകൊണ്ട് തന്നെ 273 373.15 ഡിഗ്രി കെൽവിൻ. ഇവിടെ 180 ആയതുകൊണ്ട് അത് 212 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 180 ഡിവിഷൻസ് ഉണ്ട്. ഇവിടെ അങ്ങോട്ട് 100 ഉള്ളൂ. തെർമോമീറ്റർ നോക്കിയാൽ അറിയാം 100 ഡിഗ്രി സെൽഷ്യസ്. കൺവേർഷൻ എങ്ങനെയാണ്? ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റാൻ ഡിഗ്രി സെൽഷ്യസിനോടൊപ്പം 273 കൂട്ടുക കെൽവിൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഫാരൻഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിഗ്രി സെൽഷ്യസിനോടൊപ്പം 32 കൂട്ടുക. പക്ഷേ വാല്യൂസിന്റെ നമ്പർ ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇൻറ്റു 180/100 ചെയ്യണം. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ഡിഗ്രി സെൽഷ്യസിനോടൊപ്പം 32 കൂട്ടിയിട്ട് നമ്മൾ ആ 9/5 എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ കൺവേർഷൻ. ഇത് ഇപ്പോഴല്ല ആവശ്യം. നമ്മൾ ഇനി വലുതായിട്ടൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് ആവശ്യം വരും. ഇനിയുള്ളത് ഞാൻ പഠിപ്പിക്കില്ല. അൺസർട്ടനിറ്റി ഇൻ മെഷർമെന്റ് ഓൾറെഡി ഫിസിക്സ് പഠിപ്പിച്ചു. ഇനി ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. സയന്റിഫിക് നൊട്ടേഷൻസ് എഴുതാനായിട്ട് നിങ്ങൾക്ക് അറിയാം. എന്നാലും അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് സയന്റിഫിക് നൊട്ടേഷൻസ്? 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ എനിക്ക് 10⁻1 എന്ന് എടുക്കാം. 1 ഇൻറ്റു എനിക്ക് 1 ഇൻറ്റു 10⁻1 എന്ന് എഴുതാം. 100നെ എനിക്ക് എങ്ങനെ എടുക്കാം? 1 ഇൻറ്റു 10⁻2 എന്ന് എടുക്കാം. 1000നെ എനിക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 10⁻3 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 3000നെ എനിക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 10⁻3 എന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ 0നെ പവറാക്കി നമ്മൾ എഴുതും. 10ന്റെ 1 പവർ 1 0. 10 2 0 ആവും. 10ന്റെ പവർ 2 ആവും. 3 ആവും. 10ന്റെ പവർ 3 ആവും. 3 ആവും. 10ന്റെ പവർ 3 ആവും. ഇനി ഇവിടെ 4 0 വന്നാലോ? ഇവിടെ 4 0 വന്നാലോ? 1 2 3 4 വന്നാൽ എന്തായിരിക്കും? 1 ഇൻറ്റു 10⁻4. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സയന്റിഫിക് നൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിലെ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞത് 1നും 10നും ഇടയിലായിരിക്കും. എക്സ്പോണന്റ് എന്ന് പറഞ്ഞത് ഇവനാണ്. ഇവൻ പോസിറ്റീവ് നെഗറ്റീവ് ആവും. ഇപ്പൊ നോക്കിയോ 1/10 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതുന്നത് 1 ഇൻറ്റു 10⁻1 ആണ്. അപ്പൊ ഡിവിഷൻ വരുമ്പോഴാണ് ഇത് മൈനസ് ആവുന്നത് എന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 1/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 10⁻2 ആണ്. 1/3000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? 3 ഇൻറ്റു 10⁻3 ആയിട്ട് മാറും. അപ്പൊ താഴത്തെ 0 മാറാൻ മൈനസിൽ കൊടുക്കുക, മുകളിലത്തെ 0 ആകാൻ പ്ലസിൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഇനി എനിക്ക് 1000 എന്ന് പറയുന്ന സംഖ്യയെ എനിക്ക് 1 ഇൻറ്റു 10⁻3 എന്ന് എടുക്കാം. ഇല്ലെങ്കിൽ എനിക്ക് ഇതേ 1000ന് വേണമെങ്കിൽ 10 ഇൻറ്റു 10⁻2 എന്ന് എഴുതാം. കണ്ടോ? അപ്പൊ ഇവിടുന്ന് ഒരു 0 ഈ ഇൻറ്റുവിൻ്റെ മുമ്പിൽ വന്നാൽ ഇൻറ്റുവിൻ്റെ മുമ്പിൽ 0 എത്ര വരും അത് ഇവിടെ നിന്ന് കുറച്ചാൽ മതി. കിട്ടിയോ? ഇത് രണ്ടിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ, ഒന്ന് തന്നെയാണ്. ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് ഇതേ 1000ന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 100 ഇൻറ്റു 10⁻1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ 0 മാറുമ്പോൾ ഇവിടുത്തെ 0 മുകളിലത്തെ 0 മാറും, കുറയുമ്പോൾ കുറയും. അതൊന്ന് ഓർത്ത് വെച്ചാൽ സംഭവം കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ സയന്റിഫിക് നൊട്ടേഷൻസിനകത്ത് ചിലപ്പോൾ സംശയം വരുന്നൊരു കാര്യമാണ്. സയന്റിഫിക് നൊട്ടേഷൻസ് ഉള്ള 2 ടേമുകൾ നമ്മൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ ആദ്യം ചെയ്യേണ്ട കാര്യം 10ന്റെ പവറുകളെ തുല്യമാക്കുക. ഒരു സയന്റിഫിക് ഇത്തരത്തിൽ എഴുതുന്ന നൊട്ടേഷൻസിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ആദ്യം ചെയ്യണം അതിൻ്റെ 10ന്റെ പവറുകൾ ഈക്വൽ ആക്കിയിട്ടേ ചെയ്യാവൂ, അല്ലെങ്കിൽ ചോദ്യം തെറ്റും. ഇവിടെ നോക്കിയേ 3.4 ഇൻറ്റു 10⁻2. എനിക്കിതിനെ എന്ത് ചെയ്യണം? 10⁻3 ആക്കണമെങ്കിൽ ഞാൻ ഒരു ഡെസിമൽ ഇങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്ര? 0.34 ഇൻറ്റു 10⁻3 എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ. ഡെസിമൽ അപ്പോൾ ഇടത്തോട്ട് പോയാൽ 10ന്റെ പവർ കൂടും. വേണമെങ്കിൽ എഴുതി വെച്ചോ. ഡെസിമലിനെ ഇടത്തോട്ട് മാറ്റുമ്പോൾ 10ന്റെ പവർ കൂടും. ഡെസിമൽ വലത്തോട്ട് മാറ്റിയാലോ 10ന്റെ പവർ കുറയും. ഇതൊക്കെ പ്രാക്ടീസിലൂടെ കിട്ടും കേട്ടോ. ഇതൊന്നും കാണാതെ റൂളൊന്നും പഠിക്കരുത്. ഇതൊക്കെ വിത്ത് പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടും. പവർ ഈക്വൽ ആക്കണം എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. എന്നിട്ട് എന്താണോ ഓപ്പറേഷൻ അതങ്ങ് ചെയ്തു വെച്ചോ. 3.4 4.75 പവർ ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഈക്വൽ ആക്കി പരസ്പരം അങ്ങോട്ട് കൂട്ടി എന്നിട്ട് ഈ കോമൺ പവർ എടുത്ത് എഴുതണം. കാരണം കോമൺ ചക്കയും തമ്മിലേ കൂട്ടാൻ പറ്റും, മാങ്ങയും തമ്മിലേ കൂട്ടാൻ പറ്റൂ, അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവരെ തുല്യമാക്കുക എന്നുള്ളത് ആദ്യത്തെ ജോലി. എന്നിട്ട് പരസ്പരം അങ്ങോട്ട് കൂട്ടിയാൽ മതി.
ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി വാല്യൂസിനെ. എന്തിന് നിൽക്കേണ്ട, തുല്യമാക്കാൻ നിൽക്കേണ്ട, അങ്ങ് പരസ്പരം കൂട്ടിയാൽ മതി. ഡിവിഷൻ ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി, മെയിൻ വാല്യൂസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, ഇവരെ തമ്മിൽ കൂട്ടരുത്, ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം, പവർ തമ്മിൽ കുറയ്ക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, അഡീഷനോ സബ്ട്രാക്ഷനോ വന്നാൽ 10ന്റെ പവറിനെ സെയിം ആക്കാൻ മറക്കരുത്. എന്നിട്ട് കൂട്ടുകയാണെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ 10ന്റെ പവറുകളെ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. എന്നിട്ട് സംഖ്യകളെ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ സംഖ്യകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. വാല്യൂസിന് എന്ത് ചെയ്താൽ മതി, അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഓർത്ത് വെച്ചാൽ മതി ഇതൊക്കെ. ഓക്കെ, ഇനി അഡീഷൻ സബ്ട്രാക്ഷനായി. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകൾ. എന്താ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നൊക്കെ അറിയാമല്ലോ. എന്താണ്, ഒരു സെർട്ടേണായ സംഖ്യയും അൺസെർട്ടേണായ ആദ്യത്തെ സംഖ്യയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അതിൻ്റെ റൂളൊക്കെ ഇനി ചെയ്യാനൊന്നുമില്ല, ചെയ്യാനുള്ള വിത്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ചെയ്ത് സെറ്റാക്കി വെച്ചതാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, നിങ്ങൾ ആ ക്ലാസ് പോയി കണ്ടു. ഇവിടുത്തെ ഒരൊറ്റ കാര്യം കൂടി നോക്കി നിർത്താം, പ്രിസിഷൻ ആൻഡ് ആക്യുറസി. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ്, ക്ലാസ്സിന് ലെങ്ത് കൂടുന്നത് എനിക്ക് അറിയാം, പക്ഷേ ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് ഇതിനൊക്കെ ഞാൻ വീണ്ടും ഒരു ക്ലാസ് ഇട്ട് എന്തിനാണ്, നമുക്ക് സമയമില്ലല്ലോ. നിങ്ങൾ ബ്രേക്ക് എടുത്ത് കണ്ടോ. ഓക്കെ, പ്രിസിഷൻ ആക്യുറസി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. എടാ, നമ്മൾ ഇത് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ആക്യുറസിയും പ്രിസിഷനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച്, എന്താണ് ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ എടുക്കുന്ന കുറേ വാല്യൂസ് ഏത് ഇൻസ്ട്രുമെൻറ്റിൽ എടുത്തോ നമുക്കറിയണ്ട. ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു വാല്യൂ എടുക്കും. ആ വാല്യൂ ശരിയോ തെറ്റോ എന്നും നമുക്കറിയില്ല. പക്ഷെ കിട്ടുന്ന വാല്യൂസ് എല്ലാം എന്താണ്, അടുത്തടുത്തടുത്തുള്ള വാല്യൂസാണ്. കിട്ടുന്ന വാല്യൂസ് എല്ലാം എന്താണ്, അടുത്തടുത്തടുത്തുള്ള വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ആ ഉപകരണം പ്രിസീഷൻ ഉള്ള ഒന്നാണെന്ന് പറയാൻ പറ്റൂലേ. അതായത് ഞാനിപ്പോൾ ഒരു സ്കെയിൽ വെച്ച് ഞാൻ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഉപകരണം വെച്ചിട്ട് വാല്യൂ എടുക്കുകയാണ്. എനിക്ക് കിട്ടുന്ന വാല്യൂസ് എല്ലാം എന്താണ്, അടുത്ത് വരുന്ന വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ആ ഉപകരണം എന്തെന്ന് പറയാം, അതൊരു പ്രിസൈസ് ആയിട്ടുള്ള ഉപകരണമാണെന്ന് പറയാൻ പറ്റും. അതൊരു പ്രിസൈസ് ആയിട്ടുള്ള ഉപകരണമാണെന്ന് പറയാനായിട്ട് പറ്റും. അതായത് ഇഫ് ദ വാല്യൂസ് ഓഫ് ഡിഫറൻറ്റ് മെഷർമെൻറ്റ്, പലതവണ എടുക്കുന്ന മെഷർമെൻറ്റുകളെല്ലാം പരസ്പരം അടുത്തടുത്താണെങ്കിൽ നമുക്ക് ആ ഉപകരണം പ്രിസീഷൻ കൂടുതലുള്ള ഉപകരണമാണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ എടുക്കുന്ന വാല്യൂസ് എന്തായാലും ഒരു ട്രൂ വാല്യൂ കാണും. അപ്പോൾ ട്രൂ വാല്യൂ, എടാ ഫിസിക്സിൽ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത ക്ലാസ് പറഞ്ഞ കാര്യമാണ്. നമ്മൾ പലരും ചോദിച്ചില്ല, സാർ അതിവിടെ അത് വേണം എന്നുള്ളത് കൊണ്ടാണ് എന്നിട്ട് ക്ലാസ് ഇട്ടത്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ച് മാത്രം മെൻഷൻ ചെയ്ത് ഇത്രയും വലിയ ക്ലാസ് ആക്കി ഇട്ടതിൻ്റെ കാര്യം പിടികിട്ടിയല്ലോ. അതിൻ്റെ ബേസിക് വേണം. അപ്പോൾ എന്താണ്, നമ്മളൊരു വാല്യൂ എടുക്കുന്ന സമയത്ത് അതിനെന്തായാലും ഒരു ട്രൂ വാല്യൂ കാണുമല്ലോ. ഈ ട്രൂ വാല്യൂവിനോട് എത്ര ചേർന്നാണ് നമ്മുടെ വാല്യൂസ് ഇരിക്കുന്നത്, ഏത് നമ്മളെടുക്കുന്ന വാല്യൂസിൻ്റെ ആവറേജ് ഇരിക്കുന്നത്, അതിനാണ് ആക്യുറസി എന്ന് പറയുന്നത്. മൊത്തത്തിൽ അവിയലായി കാണും. ഇപ്പോൾ പറഞ്ഞില്ല, നോക്കിക്കും. എടാ, നമ്മൾ എടുക്കുന്ന ഒരു കറക്റ്റ് വാല്യൂ ആണ് ഇത്. ഈ കറക്റ്റ് വാല്യൂ ആ വാല്യൂവിനോട് എത്ര അടുത്താണ് ഈ എടുത്ത വാല്യൂസിൻ്റെ ആവറേജ്. മനസ്സിലാക്കണം, നമ്മളെടുത്ത വാല്യൂസിൻ്റെ ആവറേജ് ഈ വാല്യൂവിനോട് എത്ര അടുത്താണ് എന്നതിനാണ് ആക്യുറസി എന്ന് പറയുന്നത്. ഇവിടെ ഇത് ആക്യുറേറ്റ് വാല്യൂസ് ആണ്. ഇവിടെ നോക്കി, ഇവിടെയും ഇത്രയും വാല്യൂസിൻ്റെ ആവറേജ് എടുത്താൽ നിങ്ങൾക്ക് തന്നെ അറിയാം. കണ്ടോ, 5ൻ്റെ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 5 വാല്യൂസ് ഉണ്ട്. അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നടക്കാത്ത വാല്യൂവിന് തുല്യമായിരിക്കും. കണ്ടോ, ഈ പറഞ്ഞ വാല്യൂസ് ദൂരെ ആണെങ്കിൽ പോലും ഈ വാല്യൂസിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ അത് ഈ ഒറിജിനൽ വാല്യൂവിന് തുല്യമായിട്ട് വരും. സോ ഇതെന്താണ്, ഇത് ആക്യുറേറ്റ് ആണ്. ഇതെന്താണ്, ആക്യുറേറ്റ് ആണ്. അപ്പോൾ ആക്യുറസി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വാല്യൂസ് അതിൻ്റെ ആവറേജ് ഒറിജിനൽ വാല്യൂവിൻ്റെ അടുത്ത് വന്നാൽ അത് ആക്യുറേറ്റ്, അടുത്ത് വന്നില്ലെങ്കിൽ അത് ഇൻആക്യുറേറ്റ്. അപ്പോൾ ആക്യുറസിയുടെ ഡെഫിനേഷൻ ഇനി ഒന്ന് വായിച്ചു നോക്കി. ദ ആവറേജ് വാല്യൂ ഓഫ് ഡിഫറൻറ്റ് മെഷർമെൻറ്റ് ഈസ് ക്ലോസ് ടു ദ, ആവറേജ് ആണ് ക്ലോസ് ആവേണ്ടത്, ഓരോ വാല്യൂ അല്ല, ആവറേജ് ക്ലോസ് ആയാൽ മതി കറക്റ്റ് വാല്യൂവിന്, അത് ആക്യുറേറ്റ് ആയിരിക്കും. ഇതാ ഇവിടെ നോക്കി, ഇതാ ഇത്രയും സംഖ്യകൾ, നിങ്ങൾ ഇതിനൊരു ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ മതി, കിട്ടും. ഇത്രയും സംഖ്യകൾ അവരുടെ ആവറേജ് എപ്പോഴും നടക്കാത്ത വാല്യൂവിന് അടുത്തായിരിക്കുമല്ലോ. സോ ഇതാണ് കറക്റ്റ് വാല്യൂവിന് രണ്ടും അടുത്തടുത്ത് വന്നു. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് കൂട്ടിയാൽ മതി. അടുത്ത് ഇത്രയും വാല്യൂസ് 5 എണ്ണം, ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ എപ്പോഴും ഇതിന് തുല്യമായിരിക്കും. സോ ഇത് ആക്യുറേറ്റ്. ഇവിടെ നോക്കിയേ, ഇവരുടെ ആവറേജ് എങ്ങനെ എടുത്താലും ഇതിനടുത്ത് വരത്തില്ല, ആവറേജ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഇൻആക്യുറേറ്റ്. ഇവിടെ കണ്ടോ, ഇത്രയും വാല്യൂസിൻ്റെ ആവറേജ് ഇവിടെ അടുത്തേ വരത്തുള്ളൂ, ഇത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇൻആക്യുറേറ്റ് കിട്ടി. ഇനി പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസിഷൻ ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു ഉപകരണം ഒരേ വാല്യൂസ് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആക്യുറേറ്റ്. ഇവിടെ നോക്കിയേ, ഈ ഉപകരണം വെച്ച് നമ്മൾ അളന്ന വാല്യൂസ് എല്ലാം അടുത്തടുത്താണ്. ഇതിപ്പോൾ 3.2, 3.21, 3.22,
3.2, 3.21 ഇങ്ങനെയാണ് വാല്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന വാല്യൂസ് ആണ്. എങ്കിൽ ആ ഉപകരണം എന്താണ്? പ്രിസൈസ് ആണ്, അതൊരു പ്രിസിഷൻ ഉള്ളതാണ്. ഇവിടെയും നോക്കിയേ, പ്രിസിഷൻ ഉണ്ടല്ലോ, ഉണ്ട്. ഇവിടെ നോക്കിയേ, പ്രിസിഷൻ ഉണ്ടോ? ഇല്ല. വാല്യൂസ് തമ്മിൽ നല്ല വ്യത്യാസം. അപ്പോൾ ഇത് പ്രിസിഷൻ ഇല്ല. ഇവിടെ ആണെങ്കിലോ പ്രിസിഷൻ കുറവാണ്. ഇനി ഇവിടെ കിട്ടി പ്രിസിഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ. ദ വാല്യൂസ് ഓഫ് ഡിഫറൻറ്റ് മെഷർമെൻറ്റുകൾ പലതരം എടുത്തു. ആ മെഷർമെൻറ്റ് വാല്യൂസ് ഒക്കെ ക്ലോസ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് പ്രിസിഷൻ എന്ന് പറയാം. അത് ആവറേജിനും കൂടി ചേർത്ത് ക്ലോസ് ആണെങ്കിൽ അത് ആക്യുറേറ്റും പ്രിസിഷനും ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് സംഭവം. ഓക്കെ ആണോ? ഇതാണ് പ്രിസിഷനും ആവറേജും എന്ന് പറയുന്നത്. Precision refers to the closeness of various measurement for the same quantity. ഒരേ ക്വാണ്ടിറ്റിയുടെ പല മെഷർമെന്റ് എടുത്തപ്പോൾ കിട്ടുന്ന വാല്യൂസ് ഒക്കെ അടുത്തടുത്താണെങ്കിൽ അത് പ്രിസിഷൻ. ആ കിട്ടുന്ന വാല്യൂസിന്റെ ആവറേജ് ട്രൂ വാല്യൂവുമായി ചേർന്നിരിക്കുമെങ്കിൽ അത് എന്താണ്? ആക്യുറേറ്റ്. അതെന്താണ്? ആക്യുറേറ്റ്. ഇവിടെ നോക്കി, ഇവിടെ എടുത്ത വാല്യൂസ് ഒക്കെ അടുത്തടുത്ത്, സോ ഇറ്റ് ഈസ് പ്രിസൈസ്. അതിന്റെ ആവറേജ് കറക്റ്റ് വാല്യൂവിന് തുല്യം, സോ ആക്യുറേറ്റ്. ഇവിടെ എടുത്ത വാല്യൂസ് എല്ലാം അടുത്തടുത്ത്, സോ ഇറ്റ് ഈസ് പ്രിസിഷൻ. പക്ഷേ ആവറേജിന് അടുത്താണോ? അല്ല, സോ ഇറ്റ് ഈസ് നോട്ട് ആക്യുറേറ്റ്. ഇവിടെ കിട്ടുന്ന വാല്യൂസ് എല്ലാം ദൂരെയാണ്, സോ ഇറ്റ് ഈസ് നോട്ട് പ്രിസൈസ്. പക്ഷേ ആവറേജ് ട്രൂ വാല്യൂവിന് ഈക്വലായി, സോ ഇറ്റ് ഈസ് ആക്യുറേറ്റ്. ഇവിടെ കിട്ടുന്ന വാല്യൂസ് ഒക്കെ ദൂരെ, അപ്പോൾ പ്രിസിഷൻ ഇല്ല. അതിൻ്റെ ആവറേജും ദൂരെ, അപ്പോൾ ആക്യുറേറ്റും ആണ്. ഇത് ലോജിക്ക് തലയിൽ കയറിയ കിട്ടി. തീർന്നു. അഡീഷണൽ സബ്ട്രാക്ഷൻ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി ലാസ്റ്റ് വരുന്ന ടോപ്പിക് ഇതും കൂടി പറഞ്ഞ് നിർത്തുവാണേ. ഡയമെൻഷണൽ അനാലിസിസ്. പേടിക്കേണ്ട, ഫിസിക്സിലെ ഡയമെൻഷൻ അനാലിസിസ് ഒന്നും അല്ല. ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് കെമിസ്ട്രിയിൽ പലപ്പോഴും ചോദ്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്നും മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് നമുക്ക് ക്വാണ്ടിറ്റീസിനെ മാറ്റേണ്ടതായിട്ട് വരും. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണം, മില്ലിമീറ്ററിനെ കിലോമീറ്റർ ആക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിന് ആദ്യത്തെ മെത്തേഡാണ് ഫാക്ടർ ലേബൽ മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ യൂണിറ്റ് ഫാക്ടർ മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയും. ഇത് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇത്രയൊന്നും കോംപ്ലക്സ് ആക്കി നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിന് നമ്മൾ ബേസിക്കലി നമുക്ക് ക്വാണ്ടിറ്റീസിനെ പറ്റിയൊരു അറിവ് വേണം. ഒരു ചോദ്യം വെച്ച് നോക്കാം. എ പീസ് ഓഫ് മെറ്റൽ ഈസ് 3 inches. ഒരു പീസ് ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇഞ്ചാണ് എങ്കിൽ അതിൻ്റെ നീളം സെൻറ്റിമീറ്ററിൽ പറയാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു യൂണിറ്റിനെ മറ്റൊന്നിലോട്ട് മാറ്റണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആദ്യം അവിടുത്തെ യൂണിറ്റ്, ഇതിൻ്റെ ആ പേര് തന്നെ കണ്ടു, യൂണിറ്റ് ലേബൽ മെത്തേഡ്. അതായത് ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ഒരു യൂണിറ്റിനോട് എത്രയാണെന്ന് അറിയണം. അതായത് 1 ഇഞ്ച് എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് നിങ്ങൾക്കറിയായിരിക്കണം. 1 ഇഞ്ച് എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് നിങ്ങൾക്കറിയായിരിക്കണം. എങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ഈ മെത്തേഡൊക്കെ ഇത്രയും കോംപ്ലക്സ് ആയിട്ട് എഴുതിയാലും അത് തന്നെ വേണം. സോ ബേസിക്കലി അത് നിങ്ങൾക്ക് അറിയായിരിക്കണം. സോ നിങ്ങൾ മനസ്സിലാക്കുക, ബേസിക് ആയിട്ടുള്ള കുറച്ചെണ്ണം നിങ്ങൾ വിത്ത് പ്രാക്ടീസ് കിട്ടും. അതായത് ഇവിടുത്തെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എത്രയാണ്? അത് 2.54 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങളെ സ്കെയിൽ നോക്കിയാൽ മതിയുടെ സെൻറ്റിമീറ്റർ സ്കെയിലിൻ്റെ താഴെ കിടക്കുന്ന ഇഞ്ചാണ്. ഓക്കെ, 2.54 ഇഞ്ചാണ്. നമ്മളിത് ചോദിച്ചിട്ടുള്ളത് 3 ഇഞ്ച് എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ്. അപ്പം 3 ഇഞ്ച് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് അറിയണം. ഇത് ഇങ്ങനെ എടുത്ത് എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടും. 1 × x ഇസ് ഈക്വൽ ടു 3 × 2.54 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എക്സ് ഇസ് ഈക്വൽ ടു 7. ഇവിടെ കിടപ്പുണ്ട് ഉത്തരം 7.62 സെൻറ്റിമീറ്റർ. ഒറ്റയടി ഉത്തരം കിട്ടും. ഇങ്ങനെ എഴുതാൻ മാത്രം അറിഞ്ഞാൽ മതി. അതായത് ഒരു യൂണിറ്റിനെ മറ്റൊരു യൂണിറ്റിലോട്ട് മാറ്റണമെങ്കിൽ അതിലെ ഒരു യൂണിറ്റ് മറ്റേതിലെ ബേസിക്കുമായിട്ടുള്ള റിലേഷൻ കിട്ടിയാൽ ചോദ്യത്തിൻ്റെ റിലേഷൻ എടുത്ത് താഴെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നോക്കിയേ ഈ ക്വസ്റ്റ്യൻ നോക്കി. എ ജഗ് കണ്ടെയ്ൻ 2.4 liters ഓഫ് മിൽക്ക്. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ മിൽക്ക് ഇൻ മീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മുടെ ജോലി എന്താണ്? ലിറ്ററിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റണം. നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ ക്യൂബാന്ന് നമുക്ക് അറിയില്ലെങ്കിലും അത് 1000 സെൻറ്റിമീറ്റർ ക്യൂബാന്നുള്ളത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ 2 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്ത് കിട്ടും? എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് മീറ്റർ ക്യൂബാണ്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. നമുക്കറിയാം അല്ലേ, 100 സെൻറ്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷെ ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലോട്ടാണ് മാറ്റേണ്ടത് എങ്കിൽ ഈ /100ൻ്റെ ക്യൂബ് എടുക്കുക. അപ്പോൾ 100ൻ്റെ ക്യൂബ് എത്രയാണ്? 2 0 ഉണ്ട്.
2 തവണ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 പൂജ്യം ആവും. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ മതി. സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 2000 ഇൻറ്റു 1/10. 1 2 3 4 5 6 3 പൂജ്യം 3 പൂജ്യം വെട്ടി. നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 2/1 2 1000 എന്ന് കിട്ടും. സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതുന്ന രീതി അനുസരിച്ച് നിങ്ങൾ എഴുതും 2 ഇൻറ്റു താഴെ ആയതുകൊണ്ട് 10⁻³ എന്താണ്? മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം. ഇതാ കിടക്കുന്നു ഉത്തരം. നോക്കിയേ, ഇതാ ഇത്രയും മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വരുന്ന ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ്. അത് നമ്മൾ ഇന്ന് പഠിക്കില്ല, നമ്മൾ അടുത്ത ക്ലാസ്സിലേ പഠിക്കുള്ളൂ. വലിയ ക്ലാസ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ബേസിക് കാര്യങ്ങളായതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ വിത്ത് പ്രോബ്ലംസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.